ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് നീറ്റിനും അതേപോലെ ജെഇക്കൊക്കെ ചോദിച്ചിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആൾറെഡി നിങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ചിലുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ ഏറെക്കുറെ കഴിയാനായിട്ടുണ്ട് അല്ലേ. എന്തായാലും സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് ഇക്വേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും, അതിൽ കഴിയാനായിട്ടുണ്ടാകും. ഏകദേശം ഡേ 5 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. മക്കളെ, വീണ്ടും പറയാണ്, ക്ലാസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ക്ലാസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഈ യൂട്യൂബ് പേജിൽ, അതായത് സൈലം +2 നീറ്റ് ഓർ ജെഇ എന്നുള്ള യൂട്യൂബ് പേജിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കണ്ട് മനസ്സിലാക്കി ഫോളോ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുത്തിട്ട് ഈ ബാച്ചിനെ കുറിച്ചും ഈ ഒരു പേജിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് നോക്കിക്കാൻ നീറ്റ് 2025 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം, ഇപ്രാവശ്യം നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യം. സൂപ്പർ കിങ്സിലെ മക്കൾക്ക് ഇത് കിട്ടുന്ന ഉറപ്പാണ്, കാരണം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഒരു റേറ്റ് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. How much time does it take for 7.2 mole per liter concentration of reactant to get reduced to 0.9? 7.2 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അത് 0.9 ആവാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം റേറ്റ് കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഓർഡർ ആണെന്ന് അറിയാണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക പറ്റും? ഇത് ഏത് ഓർഡർ നമുക്ക് അറിയാം, കാരണം എന്താ, റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നോക്കിയിട്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ തവണ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. ഓർഡറിന്റെ ഇക്വേഷൻ, റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റിന്റെ ജനറൽ ഇക്വേഷൻ എന്താ, മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ. അപ്പൊ അവര് കൊടുത്ത യൂണിറ്റിൽ സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ, ഇതും 1 ആണ്. ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ മോൾ റേസ് ടു 0 ആണ് 1, ലിറ്റർ റേസ് ടു 0 1. അപ്പൊ ഇതും 0 ആവണം, ഇതും 0 ആവണം. എടാ 1 - n 0 ആവണമെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കണം, 1 ആയിരിക്കണ്ടേ. n-1 0 ആവണമെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കണം, 1 ആയിരിക്കണ്ടേ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എന്ത് ഓർഡറാ, ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലേ, k = 2.303 ടൈം ലോഗ് A0/AT. k നമുക്കറിയാം, നമുക്ക് ടൈമേ കണ്ടുപിടിക്കണ്ട. അപ്പൊ ഇക്വേഷൻ തിരിച്ചേ, ടൈം = 2.303 ലോഗ് A0/AT. A0 എന്താ, ആദ്യമുള്ള കോൺസെൻട്രേഷൻ. AT എന്താ, കുറച്ച് സമയത്തിന് ശേഷം, T എന്നുള്ള സമയത്തിന് ശേഷം ഇപ്പൊ എത്ര ഉണ്ട്, അതാണ് എന്ത്, AT. അപ്പൊ A0 എത്ര തന്നിട്ടുണ്ട്, 7.2 ആണ്. ഇപ്പൊ എത്ര ഉണ്ട്, 0.9. അപ്പൊ 7.0.9 ആവാൻ എടുക്കുന്ന സമയമാണ് എന്ത് ചോദ്യം. എളുപ്പല്ലേ മക്കളെ. 7.2 എനിക്ക് 72 × 10⁻⁻1 എഴുതി കൂടെ. അതേപോലെ എനിക്ക് 0.9 9 × 10⁻⁻1 എഴുതി കൂടെ. ഇത് രണ്ടും കട്ട് ചെയ്താൽ 72/9 അല്ലേ. 72/9 എന്ന് വെച്ചാൽ എന്താ മക്കളെ, 8 അല്ലേ. അപ്പൊ ലോഗ് 7.2/0.9 ലോഗ് 8 എഴുതി കൂടെ. ലോഗ് 8 എന്താ മക്കളെ, ലോഗ് 2³ അല്ലേ. ലോഗ് 2³ എന്ന് വെച്ചാൽ എന്താ, 3 × ലോഗ് 2 അല്ലേ. ലോഗ് 2 എന്താന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കുറേ തവണ ലോഗിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പൊ ലോഗ് 2 0.3 അല്ലേ. അപ്പൊ ഇവിടെ 0.3 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ കിട്ടും. 69.3 വരിക. ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യാം, ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ 3 എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. 3 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അതാക്കി നിങ്ങൾ പഠിച്ചിട്ട് സൂപ്പർ കിങ്സിലെ കുട്ടികൾക്ക് ഇത് 4 മാർക്ക് കൂളായിട്ട് നീറ്റിൽ എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. കാരണം അത്രയും എളുപ്പമാണ്. ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നീറ്റ് 2025 തന്നെ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് 1 മിനിറ്റ്, then the time required for 99.9% completion of reaction is close to എന്ന ചോദ്യം. ഫസ്റ്റ് ഓർഡർ ആണ്. നിങ്ങൾക്ക് ഷോർട്ട് കട്ട് പഠിപ്പിച്ച ഓർമ്മ ഉണ്ടോ? ഉണ്ട്, ക്ലാസ്സിൽ എന്തായാലും എനിക്ക് ഉറപ്പാണ് 100% പഠിപ്പിച്ചിട്ടുണ്ടാകും. എന്ത്, T99.9% = 10 × T½ എന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 10 × T½ എത്ര, 1 മിനിറ്റ്. അപ്പൊ 10 × 1 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, 10 മിനിറ്റ് കിട്ടും. ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞ കാര്യം. ഇത് ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞ കാര്യം. ഇനി ഷോർട്ട് കട്ട് ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം, ഷോർട്ട് കട്ടിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. അതിൽ വേറെ പ്രൊസീജിയർ ഉണ്ട് അല്ലേ. എന്താ, നമുക്ക് T½ ഇക്വേഷൻ എന്താ, 0.693/k നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ ജനറൽ ഇക്വേഷൻ എന്താ, T½ = 2.303/k ലോഗ് T½ എന്ന് വെച്ചാൽ എന്താ, പകുതി ആകാൻ എടുക്കുന്ന സമയമല്ലേ. ഇനീഷ്യലി 100 ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര ഉണ്ടാവുള്ളൂ, 50 ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് T½ ഇക്വേഷൻ എഴുതി വെച്ചു. അതേപോലെ T99.9 ഇക്വേഷൻ എന്താ, 2.303/k ലോഗ് 100. ആദ്യം 100 ഉണ്ടായിരുന്നു,
അതിന് 99.9 പോകാനെടുക്കുന്ന സമയം 100 99.9 പോയ ബാക്കി എത്ര ഉണ്ടാവുക? 0.1 ഉണ്ടാവുക. അപ്പം 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി സോൾവ് ചെയ്താൽ പോരെ മക്കളെ. ഇതേ ബൈ ഇത് ചെയ്യാം. ടി ഹാഫ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1 ആണ്. 1/t 99.9 എഴുതി വെച്ചു. ഇത് രണ്ടും എന്ത് ചെയ്ത് പോയി? കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ? log 100/50 എന്താ? log 2. log 100/0.1 എന്താ? log 10⁻3. log 2 എന്താ? 0.3. log 10⁻3 എന്താ? 3 log 10. log 10 എന്താ? 1. അപ്പൊ 0.3/3 കിട്ടി. അതായത് 1/10 കിട്ടി. അപ്പം 1/t 99.9 ഈക്വൽ ടു 1/10. അപ്പൊ t 99.9 ഈക്വൽ ടു എന്താ? 1 × 10 ചെയ്താൽ പോരെ, 10 കിട്ടും. ഷോർട്ട് കട്ട് വെച്ചാൽ ഇത് തന്നെയല്ലേ കിട്ടുക. ഇപ്പം എങ്ങനെ ചെയ്താലും കറക്റ്റ് ആൻസർ നമുക്ക് എന്തെങ്കിലും കിട്ടും കേട്ടോ. നിങ്ങൾ ഷോർട്ട് കട്ട് ബൈ ഹാർട്ട് ചെയ്തോളൂ വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നീറ്റ് 2024 ചോദിച്ച ചോദ്യം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ കുറേ തവണ 2-3 തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് നോക്കിക്കേ, ഞാൻ ആദ്യം എൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാം കേട്ടോ. എൻ്റെ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബീനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് എടുക്കുക. ഇത് 2-3 എക്സ്പെരിമെൻറ്റാണ്. ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിലും രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലും ബീൻ്റെ കോൺസെൻട്രേഷൻ ഫിക്സ്ഡാണ്. ആ സമയത്ത് എക്ക് എന്ത് സംഭവിച്ചു? എനെ ഡബിൾ ആക്കി അല്ലേ? എൻ എന്താക്കി? 0.1 0.2 ആക്കി, മീൻസ് ഡബിൾ ആക്കി എന്നല്ലേ. അപ്പോൾ എൻ്റെ ബീന് മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ എനെ നിങ്ങൾ ഡബിൾ ആക്കിയപ്പം റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായി? ഡബിളായി ഇല്ല. 2 4 ആയതല്ലേ. 2 × 10⁻3 4 × 10⁻3 ആയി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾ ആക്കിയപ്പം റേറ്റ് ഓഫ് റിയാക്ഷനും ഡബിളായി. അപ്പോൾ അതെന്ത് അപ്പോൾ എൻ എന്താണോ ചേഞ്ച് വരുത്തുന്നത് അതേ ചേഞ്ച് റേറ്റും നടക്കുന്നത്. അപ്പോൾ അത് എന്ത് ഓർഡറാ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ ഓഫ് എനെ ഞാൻ എന്താ ചെയ്തത്? പറഞ്ഞേ. കോൺസെൻട്രേഷൻ ഓഫ് എൻ ഞാൻ എന്താ ചെയ്തത്? ഡബിൾ ആക്കി. ആ സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിട്ടുണ്ട്? ഡബിൾ ആയിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ആയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എൻ എന്താക്കിയപ്പം? ഡബിൾ ആക്കിയപ്പം റേസ് ടു അയാളുടെ ഓർഡർ എന്ന് എഴുതി വെക്കണ്ടേ. അപ്പം 2 എന്താണ് 2? എടാ 2 അല്ലടാ 2. അതുകൊണ്ട് ഈ വിത്ത് റെസ്പെക്ട് ടു എ ഫസ്റ്റ് ഓർഡർ എന്ന് പറയാം. ഇതാണ് പഠിക്കണ്ടേ. റേറ്റ് ഓഫ് റിയാക്ഷൻ എത്ര ടൈംസ് ആയി? 2 ടൈംസ് ആയി. എന്ത് ചെയ്തപ്പം? കോൺസെൻട്രേഷൻ ഓഫ് എനെ ഡബിൾ ആക്കിയപ്പോൾ. കണ്ടില്ല, കോൺസെൻട്രേഷൻ ഓഫ് എ ഞാൻ ഡബിൾ ആക്കിയപ്പം റേസ് ടു അയാളുടെ ഓർഡർ. അങ്ങനെയാണ് പഠിച്ചു വെക്കണ്ടേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ എന്ത് ഓർഡറാന്ന് കിട്ടി? ഫസ്റ്റ് ഓർഡറാന്ന് കിട്ടി. ഇനി നമുക്ക് ബീനെ കണ്ടുപിടിക്കാം. ബീനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് എടുക്കുക. ആ സമയത്ത് ബിക്ക് എന്ത് സംഭവിച്ചു? ബീനെ ഡബിൾ ആക്കി. ബീനെന്താക്കി? ഡബിൾ ആക്കി. ആ സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായി? എടാ 1.6 × 10⁻² എന്താ? 16 × 10⁻³ അല്ലേ? 1.6 × 10⁻³ നമുക്ക് 16 × 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇത് 4 × 10⁻³ 16 × 10⁻³ ആയി. എത്ര ടൈംസാ? 4 ടൈംസാ. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ആയി എന്ന് എഴുതി വെക്കുക. എത്ര ടൈംസ് ആയി? 4 ടൈംസ്. എന്ത് ചെയ്തപ്പം? ബീൻ്റെ കോൺസെൻട്രേഷനെ ഡബിൾ ആക്കിയപ്പം റേസ് ടു അയാളുടെ ഓർഡർ. അതാണ് ഇക്വേഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് സംഭവിച്ചു എന്ന് എഴുതുക. ഈക്വൽ ടു കോൺസെൻട്രേഷൻ എന്താക്കിയത് നോക്ക്. കോൺസെൻട്രേഷൻ എന്താക്കിയതാ? ഡബിൾ ആക്കിയതാ. അപ്പോൾ ഡബിൾ റേസ് ടു അയാളുടെ ഓർഡർ എഴുതി വെച്ചാൽ മതി. 2 എന്താണ്? 4. 2 അല്ല 4. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ഇതെന്താ? സെക്കൻഡ് ഓർഡർ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ ഫസ്റ്റ് ഓർഡർ, വിത്ത് റെസ്പെക്ട് ടു ബി സെക്കൻഡ് ഓർഡർ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ സി ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. എളുപ്പമല്ലേ? എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മൾ 3 ക്വസ്റ്റ്യൻ നീറ്റിന്ന് ചെയ്തല്ലോ. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ജെയിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ജെയിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എളുപ്പമാണ്. 2025 ചോദിച്ച ചോദ്യമാണ്. ഇന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ടൈം ടേക്കൺ. ചോദ്യം എന്താ? ടൈം ടേക്കൺ ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് റിയാക്റ്റന്റ് ടു 1/4 and 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് T1 and T2. റേഷ്യോ ഓഫ് T1/T2 ആണ് ചോദ്യം. അതായത് T1 എന്ന് വെച്ചാൽ എന്താ? ആദ്യം A0 ഉണ്ടായിരുന്നു, അതിപ്പോൾ എത്ര ആയിട്ട് മാറി? അതിൻ്റെ 1/4 കുറഞ്ഞു എന്നല്ല കേട്ടോ, അതിൻ്റെ 1/4 ആയിട്ട് മാറിയെന്നാ. അപ്പോൾ A0ൻ്റെ 1/4 എന്താ? A0/4 ആയിട്ട് മാറി. അടുത്തത് എന്താ? അടുത്ത T2 എന്താ? ഇനീഷ്യലി A0 ഉണ്ടായിരുന്നു, അതിൻ്റെ 1/8 ആയിട്ട് മാറി. അതായത് A0/8 ആയിട്ട് മാറി. അതിനെടുക്കുന്ന സമയമാണ് T2. ആ T1ഉം T2 തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. എളുപ്പം മക്കളെ. T1 ഈക്വൽ ടു എന്താ? 2.303/k log A0/80 അല്ലേ? ഇനീഷ്യലി A0 ഇപ്പം എത്ര ഉണ്ട്? അതിൻ്റെ 1/4 കുറഞ്ഞാൽ A0 1/4 കുറച്ചാൽ 3/4 ആ കിട്ടുക. 1/4 കുറഞ്ഞു എന്നല്ല, 1/4 ആയിട്ട് മാറി എന്നാ പറഞ്ഞത്. അപ്പം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ആണെങ്കിൽ 80 എന്താ? അതിൻ്റെ 1/4 ആയിട്ട് മാറി. അപ്പം ഇങ്ങനെയല്ലേ എഴുതി വെക്കുക? A0 കട്ട് ചെയ്തു. അപ്പോൾ 1/4 എന്താ? 4 മുകളിലോട്ട് വരും അല്ലേ? അപ്പോൾ log 4 കിട്ടും.
T2ന്റെ ഡെഫിനേഷൻ എന്താ T2 എന്ന് പറയുന്നത് A0 എന്താവാനാ അതിന്റെ 1/8 ആവാനാ. അപ്പോൾ A0 AT എന്തായി അതിന്റെ 1/8 ആയി, A0/8 ആയി. ഇത് രണ്ടും കട്ട് ചെയ്തു, അപ്പൊ 1/1/8 ചെയ്തെന്താ കിട്ടുക 8 കിട്ടും. അപ്പൊ T1/T2 ചെയ്താൽ പറ്റും. അപ്പൊ T1/T2 ഈക്വൽ ടു ഇതേ ബൈ ഇത് ചെയ്താൽ പോരെ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോയില്ലേ. അപ്പൊ log 4/log8 ചെയ്ത് വെച്ചൂടെ. log 4 എന്താ log 2 സ്ക്വയർ അല്ലേ. log 8 എന്താ log 2 ക്യൂബ് അല്ലടെ 8. അപ്പൊ log 2 സ്ക്വയറിന് 2 × log 2 എന്ന് എഴുതിക്കൂടെ. log 2 ക്യൂബിന് 3 × log 2 എന്ന് എഴുതിക്കൂടെ. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ. അപ്പൊ log 2ഉം log 2ഉം കട്ട് ചെയ്തു. അപ്പൊ ബാക്കി എന്താ കിട്ടും 2/3. അപ്പൊ T1/T2 ചെയ്ത് എന്താ കിട്ടുക 2/3 കിട്ടുക. 4 മാർക്ക് കിട്ടിയില്ലേ. ഇത് നിങ്ങൾക്ക് വലിയ ടഫാണോ? ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം പക്ക ഫോളോ ചെയ്ത കുട്ടിക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഓർഡറിനെ കുറിച്ചല്ലേ ചെയ്തേ, നമുക്ക് ഇനി സീറോ ഓർഡറിനെ കുറിച്ചൊരു ചോദ്യം ചെയ്താലോ. സീറോ ഓർഡറിനെ കുറിച്ച് ചെയ്യാം. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്, 1 hour ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിന്റെ 2 mol ആണ്, time required to decrease the concentration of A from 0.5 to 0.25. അതായത് 0.5നെ 0.25 ഇനീഷ്യലി 0.5 ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇനീഷ്യലി 2 ഉണ്ട്, ചോദ്യം 2 0.25 ആവാനല്ല, 0.5 കോൺസെൻട്രേഷൻ 0.25 ആവാൻ എടുക്കുന്ന സമയമാണ് ചോദ്യം. എന്തിനാണ് അവിടെ ക്വസ്റ്റ്യൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുള്ളത്? മക്കൾ നമുക്ക് ഇതിന്റെ ടൈം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് വേണം. ഓക്കെ, എന്ത് വേണം? റേറ്റ് കോൺസ്റ്റന്റ് വേണം. റേറ്റ് കോൺസ്റ്റന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാഫ് ലൈഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും നോക്കിയിട്ട് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് കേസിൽ? സീറോ ഓർഡർ റിയാക്ഷനിൽ. നിങ്ങൾ പഠിച്ചതാ, നോക്കിക്കേ. T12 = A0/2k ആണ് എവിടെ സീറോ ഓർഡർ റിയാക്ഷന്റെ T12ന്റെ ഇക്വേഷൻ ആണ് T12 = A0/2k. എന്ത്? A0/2k. ഡൗട്ട് ഇല്ലല്ലോ. ആ T12 എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, 1 hour. ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത് മിനിറ്റിലൊക്കെയാണ് ഇവിടെ ആൻസർ അധികം കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, മിനിറ്റിലോട്ട് മാറ്റാം എന്തായാലും. അപ്പൊ T12 എന്താണ്? 1 hour ആണ്. 1 hourന് 60 minute എഴുതി കൂടെ. അപ്പൊ ഇവിടെ എന്ത് എഴുതി വെച്ചു? 60 minute എന്ന് എഴുതി വെച്ചു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. A0 എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നോക്കിക്കേ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2 ആണ് തന്നിട്ടുണ്ട്. അതാ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2 ആവുന്ന സമയത്താണ് T12 1 കേട്ടോ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.5 ആകുമ്പോൾ T12 മാറും. കാരണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T12 ഒരിക്കലും മാറൂല. T12 എപ്പോഴും കോൺസ്റ്റന്റ് 0.693/k. ഫസ്റ്റ് ഓർഡറിൽ ഇത് സീറോ ഓർഡറാ. സീറോ ഓർഡറിൽ T12ന്റെ ഇക്വേഷൻ A0/2k. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2 ആവുന്ന സമയത്താണ് അതിന് T12 1 hour. 0.5 ആകുമ്പോൾ T12 മാറും. പക്ഷെ ഫസ്റ്റ് ഓർഡറിൽ മാറൂല. ഫസ്റ്റ് ഓർഡർ T12 കോൺസ്റ്റന്റ്. സീറോ ഓർഡറിലൊക്കെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് T12 മാറും എന്നുള്ള പോയിന്റ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് T12 1 ആവുന്ന സമയത്ത്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2 ആവുന്ന സമയത്ത് T12 എന്താ 1 hour, അതായത് 60 minute. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചൂടെ. ഇതറിയാം. ഇതിൽ നിന്ന് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ചെയ്ത് നോക്കി. 2/2 എന്താ 1 അല്ലേ. അപ്പൊ 1/k = 60. അപ്പൊ k = എന്താ 1/60 കിട്ടി. എളുപ്പം. എന്തിലാ കിട്ടുക? മിനിറ്റിലാ കിട്ടുക. കാരണം നമ്മൾ T12 നമ്മൾ എടുത്തിട്ടുള്ളത് മിനിറ്റിലാണ്. അതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തിലാ കിട്ടുക? പെർ മിനിറ്റ്, പെർ സെക്കൻഡിലല്ല, പെർ മിനിറ്റിലാണ്. സീറോ ഓർഡറിന്റെ ജനറൽ ഇക്വേഷൻ അറിയില്ലേ? mol raised to 1 - n. 1 - n. n 0 ആയതുകൊണ്ട് mol raised to 1. ലിറ്റർ raised to n - 1. 0 - 1 എന്താ -1. അങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് ഇൻവേഴ്സ്. മിനിറ്റിലാണെങ്കിൽ മിനിറ്റ് ഇൻവേഴ്സ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് കിട്ടി. പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാണ് അല്ലെ. നമുക്ക് അറിയുന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? AT = A0 - KT എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഉറപ്പാ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം എത്ര ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു അതിന് KT മൈനസ് ചെയ്താൽ മതി എന്നാണ് പഠിച്ചത്. ആ KT എന്താന്നൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എത്ര ഉണ്ട്? AT. ഇപ്പം എത്ര ഉണ്ട്? അതാണ് AT. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എത്ര ഉണ്ട്? അതാണ് AT. ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നോ അതിന് KT മൈനസ് ചെയ്താലാണ് ഇപ്പം എത്ര ഉണ്ടെന്ന് കിട്ടുക. അപ്പൊ AT = A0 - KT എന്നുള്ള ഇക്വേഷൻ പഠിപ്പിച്ചതാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? KT കണ്ടുപിടിച്ചൂടെ. KT എന്ത് ചെയ്യുക? എങ്ങോട്ട് വരിക? ഇപ്പൊ -KT + KT ആവും. AT സൈഡിലോട്ട് വരുമ്പോൾ +AT എന്താവും? -AT ആവും. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതിടാ.
അതിൽ നിന്ന് KTക്ക് ഇക്വേഷൻ കിട്ടി A0 മൈനസ് AT കിട്ടി. അപ്പോൾ ടൈം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു എന്താ? ഈ K ഇങ്ങോട്ട് വരുമ്പം A0 മൈനസ് AT ബൈ K എന്ന് എഴുതി കൂടെ? എഴുതാം. A0 എന്താ? ഇനീഷ്യൽ കോൺസ്റ്റന്റ്. എന്താ കണ്ടുപിടിക്കണ്ടേ? 0.5 0.25 ആവാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എന്തായിട്ട് എടുക്കാം? 0.5 ആയിട്ട് എടുക്കാം. എത്ര ആവാൻ? 0.25 ആകാൻ എടുക്കുന്ന സമയം ബൈ എന്ത് ചെയ്യണം? റേറ്റ് കോൺസ്റ്റന്റ് ചെയ്യണം. റേറ്റ് കോൺസ്റ്റന്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/60. ഇത് നിങ്ങൾ ചെയ്ത് നോക്കി. ഇത് 0.25 അല്ലേ കിട്ടുക. അപ്പോൾ 0.25 ബൈ 1/60 എന്താ? 60 മുകളിലോട്ട് വരും. അപ്പോൾ 0.25 × 60 വരും. ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? 15 മിനിറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. 4 മാർക്ക് കിട്ടി. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം T-half ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ T-half 1 hour ആവുന്ന സമയത്ത് നിങ്ങൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.5 എന്ന് കൊടുക്കരുത്. കാരണം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2 ആവുന്ന സമയത്താണ് 1 hour. ഫസ്റ്റ് ഓർഡർ ആണ് ഏത് കൊടുത്താലും സെയിം T-half തന്നെ കിട്ടുക. ഓക്കെ. അപ്പോൾ ആ T-halfന്റെ ഇക്വേഷനിൽ നിന്നും റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു. ആ റേറ്റ് കോൺസ്റ്റന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം A0 AT ആവാൻ എടുക്കുന്ന സമയം കിട്ടി. ഓക്കെ. അപ്പം മക്കളെ ഈ 5 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എന്നോട് വന്നിട്ട് ചോദിക്കാം. അപ്പം നല്ലപോലെ പക്ക ഫോളോ ചെയ്യുക. ക്ലാസ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലാസ്സിൻ്റെ പുറമേയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പേജിൽ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യവും ഇതിൻ്റെ കൂടെ തന്നെ മക്കൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും? പോകട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുക. വേറൊരു വീഡിയോ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.